സ്ഥലംമാറ്റ ഉത്തരവിൽ ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പല സ്ഥലമാറ്റങ്ങളും. ഡോക്ടർ ആശാദേവിക്ക് സ്ഥലംമാറ്റത്തിൽ പ്രത്യേക ആനുകൂല്യം ലഭിച്ചെന്നും വിമർശനം. ഇവരുമായി കോഴിക്കോട് നിന്നും ദിഷ്ണ ചേരുകയാണ്. ദിഷ്ണ, കോഴിക്കോട് 2 DMOമാർ ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രൂക്ഷ വിമർശനമാണ് ആരോഗ്യ വകുപ്പിനെതിരെ ട്രിബ്യൂണൽ നടത്തിയിരിക്കുന്നത്. പ്രധാന വിമർശനങ്ങൾ, നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ്? കോഴിക്കോട് DMO ഓഫീസിൽ നടന്ന നാടകീയ സംഭവങ്ങളാണ് ആരോഗ്യ വകുപ്പിലെ സ്ഥലം മാറ്റം സംബന്ധിച്ച വിവാദങ്ങൾ പുറത്തെത്തിച്ചത്. ഒരേ സമയം 2 DMOമാരെ ആണ് ഓഫീസിലെത്തിയത്. നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെയായി ഓഫീസിൽ 2 DMOമാരെത്തുന്നു. സ്ഥലമാറ്റ ഉത്തരവുമായി ആശാദേവിക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാൻ നിലവിലെ DMO ഡോക്ടർ N രാജേന്ദ്രൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല ഉത്തരവ് ഉണ്ടായിരുന്നു എന്നതായിരുന്നു DMO ആയിരുന്ന ഡോക്ടർ രാജേന്ദ്രന്റെ വാദം ഉണ്ടായിരുന്നത്. എന്നാൽ മുൻ ഉത്തരവ് നിലനിർത്തണമെന്നായിരുന്നു ഈ മാസം 20-നുള്ള ട്രിബ്യൂണൽ വിധി. അത് പ്രകാരമാണ് 9-ന് ഇറക്കിയ സ്ഥലംമാറ്റ ഉത്തരവ് വീണ്ടും സർക്കാർ നടപ്പാക്കുന്നത്. നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതിന് താൽക്കാലികമായ ഒരു പരിഹാരം എന്ന നിലയിലാണ് സർക്കാർ ഇപ്പോൾ വീണ്ടും ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതിൽ ആശാദേവി തന്നെ DMO ആയി തുടരണം എന്നൊരു ഉത്തരവ് തന്നെയാണ് സർക്കാർ ഇറക്കിയിരിക്കുന്നത്. അവർ ഉടൻ തന്നെ ഇവിടെ എത്തുകയും തുടർന്ന് ചുമതല ഏൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് ഡോക്ടർ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് തനിക്ക് പ്രത്യേകിച്ച് ഇതിനെ സംബന്ധിച്ചൊന്നും തന്നെ പ്രതികരിക്കാനില്ല എന്നൊരു കാര്യമാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രൂക്ഷ വിമർശനമാണ് ഈ വിധിക്കെതിരെ, ആരോഗ്യ വകുപ്പിനെതിരെ ട്രിബ്യൂണൽ വിധിയിലുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ട്രാൻസ്ഫറുകൾ നടത്തിയത് വേണ്ടത്ര ആലോചിക്കാതെയും ആളുകളെ കേൾക്കാതെയുമാണ് എന്നത് തന്നെയാണ് ട്രിബ്യൂണൽ ഈ വിഷയമായി നോക്കിക്കണ്ട ആദ്യ രൂക്ഷ വിമർശനം. കൂടാതെ തന്നെ സ്വാഭാവികമായ നീതിയുടെ ലംഘനം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായെന്നും ഇപ്പോൾ DMO ആയി ചാർജ് എടുത്ത ഡോക്ടർ ആശയ്ക്ക് സ്ഥലമാറ്റത്തിൽ പ്രത്യേക ആനുകൂല്യം ലഭിച്ചെന്നും വിധിയിൽ വിമർശനത്തിൽ പ്രധാനമായും ട്രിബ്യൂണൽ പറയുന്നുണ്ട്. കോഴിക്കോട് നിന്നും ദിഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.